ഹലോ, എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിൽ ഇത്തിരി ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 ചില വെളുത്തുള്ളിയും ചതച്ച് അരിഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പച്ചമുളക് ഒരുവിധം വറുത്തതിന് ശേഷം, നന്നായി മൂത്തതിന് ശേഷം കേട്ടോ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഞാനിടാൻ പോകുന്നത് ഇത്തിരി ജീരകപ്പൊടിയാണ്. ശകലം ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഒരു നുള്ള് കുറച്ചേ ഉള്ളത് കാരണം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെരുംജീരകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ശകല ഉലുവ ഇട്ടു. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 2 സ്പൂൺ തൈരാണ് കേട്ടോ. തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു. തൈരും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യാം. മുളകാ പച്ചടി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് പുതിയ പേരിടാൻ തോന്നുകയാണെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിന് മുളകാ പച്ചടി എന്ന് പറയാം. പച്ചടിയാണോ എന്ന് വെച്ചാൽ ആണ്, അല്ല എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ അങ്ങനെ മുളകാ പച്ചടിയിൽ നമ്മൾ വാങ്ങി വെച്ചിട്ടേ ഒഴിക്കുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകാനൊക്കെ ഇത് ഇത്തിരി എരിവൊക്കെ ഇഷ്ടമുള്ള, എരിവ് അധികം ഇല്ലാത്ത പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കൂട്ടി തീർക്കേണ്ടി വരും. കുറച്ചല്ലേ ഉള്ളൂ. ഒരു പച്ചമുളക് ഒരു ദിവസം എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ മുഴുവനും വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒരു ശകലം കായപ്പൊടിയും കൂടി ചേർക്കാനും അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ അതും ചേർത്തു. ഇനിയിപ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. ആ തൈരൊക്കെ അതിലങ്ങനെ പിടിച്ച് തൈരുള്ള കാരണം എരിവിന് ഇത്തിരി കുറവുണ്ടാവും കേട്ടോ. തൈരൊക്കെ അങ്ങനെ പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാവും. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇത്തിരി എരിവൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒത്തിരി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മളൊരു വെറൈറ്റി ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.